ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ടി.എസ്. ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഇന്നലെ രാത്രിയൊക്കെ പലയിടങ്ങളിലും ഇങ്ങനെ ഒറ്റപ്പെട്ട മഴ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. അപ്പം ഇത് എത്ര ദിവസം ഉണ്ടാകും? എങ്ങനെയാണ് മഴയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ? അടുത്തൊരു 4 ദിവസം മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. 4 ദിവസത്തേക്കുള്ള അറിയിപ്പുകളും അലർട്ടുകളാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ അത് കഴിഞ്ഞ് മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം അതായത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദ സാധ്യത വരും ദിവസങ്ങളിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സ്വാധീനത്താൽ മഴയുണ്ടാകും. ഒപ്പം അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴിയുടെ സ്വാധീനം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ ഈ മെയ് മാസത്തിൽ കാര്യമായ മഴ നമുക്ക് ലഭിക്കും. ഈ കൊടും ചൂടിന് ആശ്വാസമായി പെയ്യുന്ന മഴയാണ്. ഈ മഴ കൂടുതൽ ലഭിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം വൈദ്യുതി ഉപയോഗമൊക്കെ കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 ദിവസം സജീവമായി തന്നെ മഴ തുടരും. ഇപ്പോൾ നാളെ കഴിഞ്ഞാൽ പിന്നെ വടക്കൻ കേരളത്തിലോട്ട് മഴ കൂടുതൽ വ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ അറിയിപ്പ്. അതായത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണം. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കടലിലൊക്കെ പോകുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശരി ഹരി.